നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പാനൽ തയ്യാറാക്കി നൽകിയിട്ടും പ്രതിസന്ധിയിലായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സുധാംശു ധൂലിയ ചെയർമാനായ കമ്മിറ്റിയാണ് ഇന്റർവ്യൂ നടത്തി പാനൽ തയ്യാറാക്കി 3 മാസങ്ങൾക്ക് മുൻപ് നൽകിയത്. പാനലിൽ ഉൾപ്പെടുത്തിയവരുടെ ബയോഡാറ്റയോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളോ സർക്കാർ രാജ്ഭവന് കൈമാറാത്തതാണ് നിയമനം വൈകാൻ കാരണം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VCമാരുടെ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പാനൽ തയ്യാറാക്കി 3 മാസം പിന്നിട്ടിട്ടും നിയമനം അനിശ്ചിതത്വത്തിലാണ്. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സുധാംശു ധൂലിയ ചെയർമാനായ കമ്മിറ്റിയാണ് ഇന്റർവ്യൂ നടത്തി പാനൽ തയ്യാറാക്കിയത്. 60ഓളം പേരെ ഇന്റർവ്യൂ നടത്തി 2 സർവകലാശാലകളിലേക്കുമുള്ള VC പാനൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി നിയമനത്തിനുള്ള മുൻഗണന നിശ്ചയിച്ച് ഉടൻ തന്നെ പാനൽ രാജ്ഭവന് നൽകിയെങ്കിലും പാനലിൽ ഉൾപ്പെടുത്തിയവരുടെ ബയോഡേറ്റയോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിശദ വിവരങ്ങളോ കൈമാറിയിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പാനൽ മാത്രമേ ലഭിച്ചുള്ളൂവെന്നും ഇത് സംബന്ധിച്ച് മറ്റു രേഖകളും കമ്മിറ്റി നൽകിയിട്ടില്ലെന്നും മറുപടിയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവന് നൽകിയത്. തുടർന്ന് ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ കമ്മിറ്റി ചെയർമാനോട് ബയോഡേറ്റയും ഇന്റർവ്യൂ രേഖകളും ആവശ്യപ്പെട്ട് 2 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. പാനലിൽ നിന്നും നിയമിക്കപ്പെടുന്നവരുടെ വിവരങ്ങൾ ലഭിക്കാതെ നിയമനം നൽകാനാവില്ലെന്ന നിലപാടിലാണ് നിയമനാധികാരി കൂടിയായ ഗവർണർ. അതിനിടെ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഗവർണർക്ക് മുൻഗണന നിശ്ചയിച്ചുകൊണ്ടുള്ള പാനൽ മുഖ്യമന്ത്രി നൽകിയിട്ടും നിയമനം നടത്താൻ ഗവർണർ തയ്യാറാകാത്തതിൽ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ സമീപിച്ചിരിക്കുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ എല്ലാ രേഖകളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്ഭവനും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നറിയുന്നു. ജനം, തിരുവനന്തപുരം.